ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Joy Alucas. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് രാജ്യത്തിന്റെ ആദരാഞ്ജലി. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി. നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഇരിങ്ങാലക്കുട തേലപ്പള്ളി ആസ്ഥാനമായ TNT കുറിക്കമ്പനിക്കെതിരെ പരാതി പ്രവാഹം. കുറിക്കമ്പനി അടച്ചുപൂട്ടിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെയെന്ന് കണ്ടെത്തൽ. കൊടുങ്ങല്ലൂർ മേഖലയിൽ കുടിവെള്ള സ്രോതസ്സുകളിൽ അപകടകാരികളായ മെർക്കുറി പോലുള്ള മൂലകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കണക്കുകൾ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ജനമഹായാത്രയെ പരിഹസിച്ച കോടിയേരിയുടെ പരാമർശം തീരെ തരം താഴ്ന്നുപോയെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാട്ടപ്പിരിവിന് കോടികൾ കൊയ്യുന്ന പാർട്ടിയാണ് CPM എന്നും മുല്ലപ്പള്ളി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ പരിശീലനത്തിനായി കൂടുതൽ പേർക്ക് അംഗത്വം നൽകുന്നില്ലെന്ന് ആക്ഷേപം. ജില്ലാ റൈഫിൾ അസോസിയേഷനെ നോക്കുകുത്തികളാക്കുന്ന നിലപാടാണ് പോലീസ് അക്കാദമി സ്വീകരിക്കുന്നതെന്ന് ആരോപണം. കൊടുങ്ങല്ലൂരിലും പഴയന്നൂരിലും ഇരുചക്രവാഹനങ്ങൾ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാക്കൾക്ക് ദാരുണാന്ത്യം. അമ്പലപ്പുഴയിലുണ്ടായ വാഹനാപകടത്തിൽ എടവിലങ്ങ് പഞ്ചായത്ത് സെക്രട്ടറി മരിച്ചു. ജില്ലയിലെ 2 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി LDF. ചാഴൂരിലും അരിമ്പൂരിലും LDFന് വിജയം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കശ്മീരിലെ പുൽവാമയിൽ നടന്ന ഭീകര ആക്രമണത്തിന് പിന്നിലുള്ള ശക്തികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണത്തിന്റെ ഉത്തരവാദികൾക്ക് ശക്തമായ തിരിച്ചടി നൽകും. ഭീകരർക്കെതിരെ നീങ്ങാൻ സേനകൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അവരുടെ ധൈര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പുൽവാമ ഭീകര ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികർക്ക് താൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപ്പോരയിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ വയനാട് സ്വദേശി VV വസന്തകുമാർ അടക്കം 39 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. സർക്കാരിനും സൈന്യത്തിനും പൂർണ്ണ പിന്തുണയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവർ പറഞ്ഞു. രാജ്യത്തെ തകർക്കാൻ ആർക്കും സാധിക്കില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. നിക്ഷേപ തട്ടിപ്പ് നടത്തിയ TNT കുറിക്കമ്പനിക്കെതിരെ 100ഓളം പേർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഒല്ലൂർ ബ്രാഞ്ചിൽ നിന്ന് മാത്രം ചിട്ടി വിളിച്ചവർക്ക് കാലാവധി പൂർത്തിയാക്കിയവർക്കുമായി നൽകാനുള്ളത് കോടികളാണ്. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒല്ലൂർ, കല്ലൂർ, പൊന്നൂക്കര, പുത്തൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പരാതിയുമായി സ്റ്റേഷനിലെത്തിയത്. 3,000 രൂപ വീതം 30 മാസം നിക്ഷേപിച്ചവർക്ക് 3 ലക്ഷം രൂപ വീതം തിരിച്ചു നൽകേണ്ട സമയത്താണ് കുറിക്കമ്പനി നടത്തിപ്പുകാരായ പറവൂർ സ്വദേശികൾ മുങ്ങിയിരിക്കുന്നതെന്ന് നിക്ഷേപകർ പറയുന്നു. ഞങ്ങൾ ഒല്ലൂർ ബ്രാഞ്ചിലാണ് കുറി വയ്ക്കണത്. 30 മാസമായിട്ട് മുടങ്ങാണ്ട് കുറി വെച്ചതാണ്. 3 ലക്ഷത്തിൻ്റെ കുറിയാണ്. ഇത് വട്ടെത്തിയിട്ട് 2 മാസമായി. ഇപ്പോൾ ഇതുവരെ പൈസ കിട്ടണമായപ്പോൾ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുകയായിരുന്നു. 2017 ഏപ്രിൽ മാസം തുടങ്ങിയ 10,000-ൻ്റെ വട്ടെത്തിയ 3 ലക്ഷം കിട്ടാവുന്ന 10,000-ൻ്റെ കുറി 23 പേർക്ക് വെച്ചു. 10,000 വെച്ച് 2,30,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്. ഈ ഒക്ടോബറിൽ വട്ടെത്തുന്ന കുറിയാണ്. അപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഓണർമാർ മുങ്ങിന്നുള്ള വിവരം. കുറി വട്ടെത്തിയിട്ട് 45 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 45 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴാണ് ഇത് പോയത് ഞങ്ങൾ അറിയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പരാതി കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ. TNT ചിട്ടിക്കമ്പനിയുടെ കരുവന്നൂർ തേലപ്പള്ളിയിലെ മുഖ്യ ഓഫീസ് അടക്കം എല്ലാ ബ്രാഞ്ചുകളും പൂട്ടിയ നിലയിലാണ്. വടക്കാഞ്ചേരി, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിലും 100 കണക്കിന് പേർ പരാതികളുമായി എത്തി. ചിട്ടിക്കമ്പനിക്കെതിരെ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഉടമകളെ കണ്ടെത്താനുള്ള മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന TNT കുറിക്കമ്പനി അടച്ചുപൂട്ടിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെ എന്ന് കണ്ടെത്തൽ. കമ്പനി ഉടമകളെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ പുതിയ പേരിൽ കുറിക്കമ്പനികൾ ആരംഭിച്ച് TNTയിൽ നിന്നുള്ള പണം ഈ സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയ ശേഷമാണ് മുങ്ങിയതെന്ന് ആക്ഷേപം. 40 ശാഖകളുള്ള TNTയുടെ കുന്നംകുളം ശാഖയിൽ മാത്രം കുറി വിളിച്ചവർക്ക് നൽകേണ്ടിയിരുന്നത് 2 കോടിയിലേറെ രൂപയായിരുന്നു. വിശ്വസ്തരായ ചില ജീവനക്കാരെ മുംബൈയിൽ ആരംഭിച്ച രാംജ്യോതി ചിട്ടിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ് സ്ഥാപനത്തിന് ഷട്ടറിട്ടത്. 100 കണക്കിന് കളക്ഷൻ ഏജന്റുമാരാണ് സ്ഥാപനം പൂട്ടിയതോടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലുമാകാതെ ദുരിതപ്പെടുന്നത്. കുന്നംകുളത്ത് മാത്രം 80 പേർ പോലീസിൽ പരാതി നൽകി. ജില്ലയിലാകെ 230ഓളം പരാതികൾ ലഭിച്ചതായാണ് വിവരം.
കമ്പനിക്ക് ആകെയുള്ള 11 ഉടമകളിൽ 6 പേർ ചേർന്ന് 2 കമ്പനികൾ നടത്തുന്നതായാണ് കമ്പനി രജിസ്ട്രാറിൽ നിന്നും ലഭ്യമായ വിവരം. ചങ്ങരംകുളം ആസ്ഥാനമായി പുതുതായി ആരംഭിച്ച ധനംജാൽ എന്ന പേരിലുള്ള കുറിസ്ഥാപനത്തിന്റെ വിലാസവും മെയിൽ ഐഡിയുമെല്ലാം TNTയുടെ പേരിലാണുള്ളത്. 2 പേർ അംഗങ്ങളായ രാംജ്യോതി ചിറ്റ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. മുൻപ് കുന്നംകുളത്ത് അനുഗ്രഹ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം പിന്നീട് TNT എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു. ഈ പേരുമാറ്റവും പല സ്ഥലങ്ങളിലും ഇടപാടുകാർക്ക് പണം നൽകാത്തതിനെ തുടർന്നാണെന്നും പറയപ്പെടുന്നു. 2 മാസത്തിലേറെയായി കുറി വിളിച്ചവർക്കും വട്ടമെത്തിയവർക്കും പണം നൽകാതെ സമയം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് പറയുന്നത്. 2 ദിവസം മുൻപ് പണം നൽകാനുള്ളവരുടെ ലിസ്റ്റുമായി ജീവനക്കാർ മാനേജ്മെന്റിനെ സമീപിച്ചെങ്കിലും ഹെഡ് ഓഫീസിൽ ആരെയും കണ്ടില്ല. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ ഇവരുടെ വീടുകളിലേക്ക് പോയതായും ജീവനക്കാർ പറയുന്നു. വീട്ടിലെത്തിയപ്പോഴും ഇവരെ കണ്ടില്ല. ഇതോടെ മനഃപൂർവ്വം വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞാണ് ജീവനക്കാർ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടത്. ഇത് തന്നെയാണ് മറ്റ് ബ്രാഞ്ചുകളിലും നടന്നത്. കളക്ഷൻ ജീവനക്കാർ കൂട്ടമായി ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് പരാതി നൽകിയിട്ടുണ്ട്. TCV കുന്നംകുളം. കൊടുങ്ങല്ലൂർ മേഖലയിൽ കുടിവെള്ള സ്രോതസ്സുകളിൽ അപകടകാരികളായ മെർക്കുറി പോലുള്ള മൂലകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കണക്കുകൾ. ക്യാൻസർ, വൃക്കരോഗം എന്നിവയ്ക്ക് കാരണമാകുന്ന ഇത്തരം മൂലകങ്ങളുടെ അളവ് ഏറി വരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ജലത്തിന്റെ ശുദ്ധത തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് TDS അഥവാ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ്. 1 ലിറ്റർ വെള്ളത്തിൽ പരമാവധി 300 മുതൽ 500 മില്ലിഗ്രാമാണ് കണക്ക്. ഈ അളവിൽ വർധനവുണ്ടായാൽ അത് വൃക്കയെ ഗുരുതരമായി ബാധിക്കും. ജലത്തിലെ ലെഡും മെർക്കുറിയും നാഡീജന്യ രോഗങ്ങൾ, അംഗവൈകല്യമുള്ള കുട്ടികൾ, ക്യാൻസർ മുതൽ ഒട്ടനവധി ഗുരുതര രോഗങ്ങൾക്കും കാരണമാകും. ഇങ്ങനെ മലിനമാകുന്ന ജലമാണ് ശുദ്ധീകരിക്കാതെ ബഹുഭൂരിപക്ഷവും കുടിക്കുന്നത്. തിളപ്പിച്ചാലും ഇവയുടെ അംശം ജലത്തിലുണ്ടാകും. മഴയിലൂടെ ഒഴുകി ഇവ ശുദ്ധജല സ്രോതസ്സുകളിൽ എത്തിച്ചേരുന്ന പ്രതിസന്ധിയും കുടിവെള്ളം നേരിടുന്നുണ്ട്. കൊടുങ്ങല്ലൂരിലെ മിക്കയിടങ്ങളിലും TDS ലെവൽ 100-ന് മുകളിലാണ്. നിയന്ത്രിത മൂല്യം 50-ന് താഴെയാണെന്നിരിക്കെയാണ് ഇരട്ടിയായി ഇവയുടെ സാന്നിധ്യം വെളിപ്പെടുന്നത്. എടവിലങ്ങ്, എറിയാട് മേഖലകളിൽ TDS അളവ് വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഒരു പ്രദേശത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം ഏറി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകർ മുൻകൈയെടുത്ത് ജലപരിശോധന നടത്തിയിരുന്നു. പരിശോധനാ ഫലത്തിൽ ഈ മേഖലയിൽ മെർക്കുറിയുടെയും ലെഡിന്റെയും സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി. തുടർന്നുള്ള അന്വേഷണത്തിൽ കുളങ്ങൾ പോലുള്ള ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്ന CFL ബൾബുകൾ, ട്യൂബുകൾ, ബാറ്ററികൾ ഇവയാകാം ഇതിന് കാരണമെന്ന അനുമാനത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ എത്തിയത്. തോട്ടിലും തൊടിയിലും പൊട്ടിച്ചിതറുന്ന CFL വിളക്കുകളിൽ നിന്ന് മെർക്കുറി മണ്ണിലും ജലത്തിലും വായുവിലും ക്രമേണ പരക്കും. മത്സ്യങ്ങൾക്കും മനുഷ്യനുമൊക്കെ ഇത് വിനയാകും. ഉപയോഗം കഴിഞ്ഞ മെർക്കുറി സംസ്കരിക്കാനും സംഭരിക്കാനും ഇവിടങ്ങളിൽ സംവിധാനമില്ല. ബോധവൽക്കരണവും ശക്തമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും കിണർ റീചാർജിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളുമാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും സഹകരിച്ച് പ്രാദേശിക തലത്തിൽ ജലപരിശോധന നടത്തുക വഴി കുടിവെള്ളത്തിന്റെ നിലവാരം കണ്ടെത്താനാകും. തൃശൂർ കിഴക്കുംപാട്ടുകരയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരിശോധനാ സൗകര്യമുണ്ട്. വാട്ടർ ഫിൽട്ടർ വിൽപ്പനക്കാരും കുടിവെള്ള പരിശോധന നടത്തുന്നുണ്ട്. വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിൽ ജലപരിശോധനാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിശ്ചിത ഫീസ് നൽകി ഇവിടെ ജലപരിശോധന നടത്താം. കാരണങ്ങൾ പലതാണെങ്കിൽ തന്നെ ബോധവൽക്കരണമാണ് പ്രധാന പ്രതിരോധ മാർഗം. പക്ഷേ ബോധവൽക്കരിക്കപ്പെടാൻ ബഹുഭൂരിപക്ഷം വരുന്ന നാട്ടുകാർ തയ്യാറാകുന്നില്ലെന്നതാണ് സങ്കടകരമായ വസ്തുത. TCV കൊടുങ്ങല്ലൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള UDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഫെബ്രുവരി 25-നകം പൂർത്തിയാക്കുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജനമഹായാത്രയെ പരിഹസിച്ച കോടിയേരിയുടെ പരാമർശം തീരെ തരം താഴ്ന്നു പോയെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ ജനമഹായാത്രയെ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞതാകട്ടെ തരം താണ രാഷ്ട്രീയമാണ്. ജനമഹായാത്രയുടെ ഭാഗമായി തൃശൂർ രാമനിലയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ 20-നും 25-നും ഇടയിൽ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപ്രകാരം ഫെബ്രുവരി 25-നുള്ളിൽ സ്ഥാനാർത്ഥി ചർച്ച പൂർത്തിയാക്കും. 18 മുതൽ ഘടകകക്ഷികളുമായി ചർച്ച തുടങ്ങും. 20-നും 25-നും പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും. ചില സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രാഥമികമായ ചർച്ചകൾ നടത്തി അവർക്ക് കൺക്ലൂഷൻ എത്താൻ സാധിച്ച സ്ഥാനാർത്ഥികളെ കുറിച്ച് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്ത സംസ്ഥാനങ്ങളുണ്ട്. മുൻ MP KP ധനപാലൻ ചാലക്കുടി സീറ്റിന്റെ കാര്യത്തിൽ നടത്തിയ പരസ്യ പ്രസ്താവന ദൗർഭാഗ്യകരമാണ്. നേതാക്കൾ പ്രശ്നങ്ങൾ പാർട്ടിയോടാണ് പറയേണ്ടത്. പരസ്യ പ്രസ്താവന നടത്തിയ പത്തനംതിട്ട DCC പ്രസിഡന്റിനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ധനപാലം അത് ചെയ്യാൻ പാടില്ല, ദൗർഭാഗ്യകരമാണ്. അത് ചെയ്യാൻ പാടില്ല. പരസ്യമായിട്ട് ആരും പ്രസ്താവന നടത്തുന്ന കാര്യമില്ല. പാർട്ടി ഫോറത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഇന്റേണൽ ഡെമോക്രസി പാർട്ടി എല്ലാവർക്കും എൻഷുർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പ്രയാസം? പാർട്ടി ഫോറത്തിൽ പറയാം, പാർട്ടി ഫോറത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ആരും തടസ്സമില്ല. പാർട്ടി ആലോചിച്ചുകൊണ്ട് അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുക്കുന്നതാണ്. ശബരിമല മറ്റൊരു അയോധ്യയാക്കി മാറ്റാൻ BJP ശ്രമിക്കുമെന്ന് താൻ മുൻപ് പറഞ്ഞത് യോഗി ആദിത്യനാഥിന്റെ പത്തനംതിട്ട പ്രസംഗത്തോടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. മുസ്ലിം വിരുദ്ധനായ യോഗിയുടെ പരാമർശം കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ശബരിമലയെ ഒരു അയോധ്യയാക്കി മാറ്റുന്നതിന് വേണ്ടിയല്ല ശ്രമം വരുന്ന നാളുകൾ നടത്തപ്പെടുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഖേദകരമായി പോയി. അദ്ദേഹം ഇത് പറയാൻ പാടില്ലായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി തരം താണ പരാമർശമാണ് ജനമഹായാത്രയ്ക്കെതിരെ നടത്തിയത്. ജനമഹായാത്രയിൽ കണ്ട വൻ ജനപങ്കാളിത്തം CPM-നെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. CPM ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞു. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. അവർ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു എന്നുകൊണ്ടാണ് ജനം അവരെ എല്ലായിടത്തും നിരാകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പാട്ടപ്പിരിവിൽ നിന്ന് ബക്കറ്റ് പിരിവിലേക്ക് മാറിയ CPM മണിക്കൂറുകൾക്കുള്ളിൽ കോടികൾ പിരിക്കുന്ന മാന്ത്രിക വിദ്യ ജനങ്ങളോട് വിശദീകരിക്കണം. സഹസ്ര കോടീശ്വരന്മാർ ആയിട്ടാണ് പാർട്ടി നേതാക്കളുടെ സഹവാസം. മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിന്റെ പേരിൽ പിരിച്ച 3 കോടിയിൽ 35 ലക്ഷം മാത്രമാണ് അഭിമന്യുവിന്റെ കുടുംബത്തിന് നൽകിയത്. ബാക്കി പണം എന്തു ചെയ്തെന്ന് CPM വ്യക്തമാക്കണം. പൈതൃക സ്വത്തുക്കൾ സംരക്ഷിക്കാൻ മുതലാളിത്ത രാജ്യങ്ങൾ പോലും ശുഷ്കാന്തി കാണിക്കുമ്പോൾ കോവളം കൊട്ടാരം സഹസ്രകോടീശ്വരന് കൈമാറുകയാണ് വിപ്ലവ പാർട്ടി ചെയ്തതെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ പരിശീലനത്തിനായി കൂടുതൽ പേർക്ക് അംഗത്വം നൽകുന്നില്ല. ജില്ലാ റൈഫിൾ അസോസിയേഷനെ നോക്കുകുത്തികളാക്കുന്ന നിലപാടാണ് പോലീസ് അക്കാദമി സ്വീകരിക്കുന്നതെന്ന് ആക്ഷേപം. 2015 ദേശീയ ഗെയിംസിന്റെ ഭാഗമായി നടന്ന ട്രാപ്പ് ആൻഡ് സ്കിറ്റ് ഷൂട്ടിംഗ് മത്സരങ്ങൾക്കായാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഷൂട്ടിംഗ് റേഞ്ച് തൃശൂരിൽ സ്ഥാപിച്ചത്. 6 കോടിയോളം ചിലവഴിച്ച് രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ സജ്ജമാക്കിയ ഷൂട്ടിംഗ് റേഞ്ചിൽ പിന്നീട് ഇതുവരെ യാതൊരു മത്സരങ്ങളും നടത്തിയിട്ടില്ല. വിദേശ നിർമ്മിത യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്ന സാഹചര്യത്തിൽ പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് മുൻ ജയിൽ DGP-ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ റിപ്പോർട്ട് പ്രകാരം ഷൂട്ടിംഗ് റേഞ്ച് സംരക്ഷിക്കാനും ഷൂട്ടിംഗ് പരിശീലനത്തിനായി ക്ലബ്ബ് രൂപീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി മാത്രം പേരിന് ഷൂട്ടിംഗ് ക്ലബ്ബ് രൂപീകരിച്ചെന്ന് വരുത്തുന്ന സമീപനമാണ് പോലീസ് അക്കാദമി അധികൃതർ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് പ്രധാന ആക്ഷേപം. ജില്ലാ ഷൂട്ടിംഗ് അസോസിയേഷൻ പരിശീലനത്തിനായി സൗകര്യമേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പലതവണ സർക്കാരിന് കത്ത് നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും അവഗണനയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കർശനമായ മാനദണ്ഡങ്ങളോടെ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് ഷൂട്ടിംഗ് ക്ലബ്ബിലും പരിശീലനത്തിനും അനുമതി നൽകിയിട്ടുള്ളത്. ഷൂട്ടിംഗ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് ഷൂട്ടിംഗ് പരിശീലനം ഒരുക്കാനോ കൂടുതൽ പേർക്ക് അംഗത്വം അനുവദിക്കാനോ അക്കാദമി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. അംഗത്വം പുതുക്കാൻ വലിയ ഫീസ് നൽകണമെന്ന നിലപാട് സ്വീകരിച്ചതായും പരാതിയുണ്ട്. ഷൂട്ടിംഗ് റേഞ്ച് സംരക്ഷിക്കുന്നതിനായും താൽപ്പര്യമുള്ളവർക്ക് പരിശീലന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമുന്നയിച്ചും ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുമെന്ന് അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് വ്യക്തമാക്കി. TCV ന്യൂസ് തൃശൂർ. പഴയന്നൂരിൽ നിയന്ത്രണമിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. എളനാട് സ്വദേശി സുലൈമാൻ മകൻ 23 വയസ്സുള്ള അനസാണ് മരിച്ചത്. പഴയന്നൂർ ബ്ലോക്കിന് സമീപം അമിത വേഗത്തിൽ ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ
മരക്കുറ്റിയിൽ തട്ടി തൊട്ടടുത്തുള്ള വൈദ്യുതി തൂണിലിടിച്ച് ഖാനയിലേക്ക് വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അനസ് മരിച്ചു. കൂടെ യാത്ര ചെയ്തിരുന്ന പുല്ലാങ്കിൽ അടിച്ചിറ സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൻ റഷീദിനെ ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മാപ്രാണം മാടായിക്കോണം മേച്ചേരി ബേബിയുടെ മകൻ 25 വയസ്സുള്ള ജിതിനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 11:30യോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്നും മാപ്രാണത്തേക്ക് പോവുകയായിരുന്ന ജിതിൻ ഓടിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ നിലയിൽ റോഡരികിൽ കണ്ടെത്തിയ ജിതിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്പലപ്പുഴയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് അടവിലങ്ങ് പഞ്ചായത്ത് സെക്രട്ടറി മരിച്ചു. മാള കൊച്ചുകടവ് സ്വദേശി 56 വയസ്സുള്ള VM സഹീറാണ് മരിച്ചത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഇന്നോവ കാർ വന്നിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സഹീറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരത്ത് നടക്കുന്ന ആയുഷ് പദ്ധതിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് AP ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MG അനിൽകുമാർ എന്നിവരോടൊപ്പം യാത്ര തിരിച്ചതാണ് സഹീർ. നിസ്കാരത്തിനായി പള്ളിയിലേക്ക് നടക്കുന്നതിനിടയിലായിരുന്നു അപകടം. ചാഴൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലേക്കും അരിമ്പൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയം. ചാഴൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി അനുഷ സുനിൽ 208 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. അനുഷ സുനിലിന് 513 വോട്ട് ലഭിച്ചു. BJP സ്ഥാനാർത്ഥി സുനിത ദിനേശിന് 305 വോട്ടും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സുമം രഘുനന്ദനന് 203 വോട്ടും ലഭിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി CG സജീഷ് 354 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CG സജീഷിന് 707 വോട്ടാണ് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി CL ജോൺസന് 353 വോട്ടും BJP സ്ഥാനാർത്ഥി ശ്രീനിവാസന് 121 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി ടോണി തേക്കാനത്തിന് 49 വോട്ടും ലഭിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിവെച്ച് പ്രതിഷേധിച്ചു. വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിലോടുന്ന 15ഓളം ബസ്സുകളാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ഓട്ടം നിർത്തി പ്രതിഷേധിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മുതൽ 1 മണിക്കൂറിലേറെ പ്രതിഷേധം തുടർന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടായിട്ടും കമ്പനി അധികൃതർ വാഹനങ്ങൾ കടത്തിവിടാതെ ടോൾ പിരിക്കുകയായിരുന്നു. ഈ സമയം തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ബസ്സുകൾക്ക് കടന്നുപോകാൻ കഴിയാതെയായി. അരമണിക്കൂറിലേറെ വരിയിൽ കാത്തുനിന്നിട്ടും ടോൾ പ്ലാസ കടന്നുപോകാൻ ബസ്സുകൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് പുറകിലായി വന്ന എല്ലാ ബസ്സുകളും ടോൾ പ്ലാസ കടന്നതിന് ശേഷം പാതയോരത്ത് പാർക്ക് ചെയ്ത് പ്രതിഷേധിക്കുകയായിരുന്നു. ബസ്സുകൾക്ക് കടന്നുപോകാൻ ട്രാക്ക് ഒരുക്കണമെന്നായിരുന്നു ഡ്രൈവർമാരുടെ ആവശ്യം. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ഡ്രൈവർമാരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ബസ്സുകൾ ഓട്ടം തുടർന്നത്. പ്രശ്നപരിഹാരത്തിനായി ശനിയാഴ്ച രാവിലെ ബസ് ഉടമകളെയും ടോൾ കമ്പനി അധികൃതരെയും പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന് SHO SP സുധീരൻ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ പരിധിയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണന്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഗുരുവായൂർ റോഡിലുള്ള പ്രമുഖ ഹോട്ടലുകളിൽ നിന്ന് പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത്. പഴക്കം ചെന്ന കോഴിയിറച്ചി, ബീഫ്, ന്യൂഡിൽസ്, ചോറ് തുടങ്ങി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പിടികൂടിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ A ജിതേഷ് ഖാൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അൽതാഫ് റഹ്മാൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. അടുത്ത അധ്യയന വർഷം ജില്ലയിലെ സ്കൂളുകളിൽ വിതരണം ചെയ്യാനുള്ള പാഠപുസ്തകങ്ങൾ തൃശൂർ ഡിപ്പോയിലെത്തി. കൂലി തർക്കത്തെ തുടർന്ന് ഒരു ദിവസം മുഴുവൻ വാഹനത്തിലിരുന്ന പാഠപുസ്തകങ്ങൾ തർക്കങ്ങൾ പരിഹരിച്ച് സംഭരണശാലയിലേക്ക് മാറ്റി. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ വിതരണത്തിനായുള്ള പുസ്തകങ്ങളാണ് ഡിപ്പോയിലെത്തിയിട്ടുള്ളത്. 9ഉം 10ഉം ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾക്ക് മാറ്റമുള്ളതിനാൽ അവ എത്തിയിട്ടില്ല. ഈ മാസം അവസാനത്തോടെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഈ സമയം 60% പുസ്തകങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞിരുന്നു. അതേസമയം പുസ്തകം ഇറക്കുന്നതിന് യൂണിയനുകൾ കൂടുതൽ കൂലി ചോദിച്ചത് തർക്കത്തിനിടയാക്കുകയും ഒരു ദിവസം ലോഡ് ഇറക്കാതിരിക്കുകയും ചെയ്തു. നിലവിൽ ഒരു ബണ്ടിലിന് 4 രൂപയാണ് നൽകിയിരുന്നത്. എന്നാൽ 20% വർധനവാണ് യൂണിയനുകൾ ആവശ്യപ്പെട്ടത്. പിന്നീട് യൂണിയനുകളുടെ ആവശ്യം അംഗീകരിച്ച് 4 രൂപ 80 പൈസ നിരക്കിലാണ് ഒരു ബണ്ടിൽ പുസ്തകം ഇറക്കിയത്. ഇതിനു പുറമെ മറിക്കൂലി എന്ന പേരിൽ 600 രൂപ ഒരു വണ്ടിക്ക് നൽകിയാണ് ലോഡ് ഇറക്കാൻ യൂണിയനുകൾ തയ്യാറായത്. പ്രളയാനന്തര കാർഷിക മേഖലയുടെ പുനർനിർമ്മാണത്തിന് ഊന്നൽ നൽകിയുള്ള തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2019-20 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 122.5 കോടി രൂപയുടെ ബജറ്റിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി പ്രത്യേക തുകയും വകയിരുത്തിയിട്ടുണ്ട്. കാൽ നൂറ്റാണ്ടുകാലത്തോളമാകുന്ന കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ ചരിത്രത്തിൽ ഇതാദ്യമായി അംഗീകരിക്കപ്പെട്ട വാർഷിക പദ്ധതികൾക്കനുസൃതമായി
ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന മുഖവുരയോടെയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശ് ബജറ്റ് അവതരണം തുടങ്ങിയത്. പ്രളയത്തിൽ തകർന്ന ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ ബജറ്റിൽ 16 കോടിയിൽ പരം രൂപയാണ് മേഖലയ്ക്ക് മാത്രമായി വകയിരുത്തിയത്. കോൾ മേഖലയുടെ വികസനത്തിന് 5 കോടിയും മോട്ടോർ പമ്പ് സെറ്റുകൾ പുനഃസ്ഥാപിക്കുന്നതിന് 1 കോടിയും പുതിയ വെർട്ടിക്കൽ പമ്പ് സെറ്റുകൾ സ്ഥാപിക്കുന്നതിന് 50 ലക്ഷവും വകയിരുത്തി. കൂടാതെ നെൽകൃഷി കൂലിച്ചിലവിനായി 60 ലക്ഷം രൂപയും മാറ്റിവെച്ചു. ജലരക്ഷാ ജീവൻ രക്ഷാ പദ്ധതിയുടെ ഭാഗമായി 60 കുളങ്ങൾ പുനരുദ്ധരിക്കുന്നതിനായി 2 കോടി രൂപയും അനുവദിച്ചു. കാലിത്തീറ്റ സബ്സിഡിക്കായി 2 കോടി 40 ലക്ഷം രൂപയും സഹകരണ സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകർക്ക് 1 കോടിയും വകയിരുത്തി. സ്ത്രീ ശാക്തീകരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ഒല്ലൂരിലെ കൈരളി ചിക്കൻ പദ്ധതിക്ക് 25 ലക്ഷവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ സ്മാർട്ട് പാചകപ്പുരകൾ നിർമ്മിക്കുന്നതിനായി 1 കോടിയും ജില്ലാ പഞ്ചായത്തിന്റെ വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ ഗാന്ധി അംബേദ്കർ മ്യൂസിയം സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ബാലസൗഹൃദ ജില്ലയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി 1.5 കോടിയും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ബത്ത നൽകുന്നതിനായി 1 കോടിയും വയോജനക്ഷേമത്തിനായുള്ള വിവിധ പദ്ധതികൾക്കായി 1 കോടി 20 ലക്ഷവും ട്രാൻസ്ജെൻഡേഴ്സിന് കമ്പ്യൂട്ടറൈസ്ഡ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പരിശീലനം, ചമയ കിറ്റ് എന്നിവയ്ക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കളിസ്ഥലങ്ങളുടെ പുനരുദ്ധാരണത്തിനും സ്റ്റേഡിയം നിർമ്മാണത്തിനുമായി 1 കോടി 87 ലക്ഷവും കുടിവെള്ള മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി 2 കോടി 20 ലക്ഷം രൂപയും ശുചിത്വ പരിപാലന പദ്ധതികൾക്കായി 1.5 കോടിയോളം രൂപയും ലൈഫ് പദ്ധതിക്കായി 16.5 കോടിയും പൊതുഗതാഗത സംവിധാനത്തിന് മൊത്തം 15 കോടിയോളം രൂപയുമാണ് ബജറ്റ് വകയിരുത്തിയത്. കെട്ടിട നിർമ്മാണം, വൈദ്യുതീകരണം, തീരദേശ ഗതാഗതം, പട്ടികജാതി പട്ടികവർഗക്ഷേമം എന്നിവയ്ക്കായും പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ട്. മൊത്തം 122 കോടി 52 ലക്ഷത്തി 53,867 രൂപ വരവും 122 കോടി 14 ലക്ഷത്തി 14,643 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിന്റെ മിച്ചം 35 ലക്ഷത്തി 79,224 രൂപയാണ്. TCV തൃശൂർ. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള സർവതല സ്പർശിയായ ബജറ്റാണ് ജില്ലാ പഞ്ചായത്തിന്റേതെന്ന് പ്രസിഡന്റ് മേരി തോമസ്. ബജറ്റിനെ എതിർക്കാതെ പ്രതിപക്ഷം. ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ ഭരണപക്ഷാംഗങ്ങൾ ഒന്നടങ്കം ബജറ്റിനെ സ്വാഗതം ചെയ്തു. അംഗീകരിച്ച വാർഷിക പദ്ധതിക്ക് അനുസൃതമായി അവതരിപ്പിച്ച ബജറ്റിനെ എതിർക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് E. ബാലഗോപാലമേനോൻ പറഞ്ഞു. എന്നാൽ തീരദേശ മേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും അർഹമായ പരിഗണന കിട്ടിയില്ലെന്ന് പ്രതിപക്ഷാംഗം ശോഭ സുബിൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും ഇനിയും നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണസമിതിക്ക് പുതിയ പദ്ധതികൾ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് മറ്റൊരു പ്രതിപക്ഷാംഗമായ K. ജയശങ്കർ ചോദിച്ചു. ചേലക്കരയിലെ റൈസ് പാർക്ക് പരിഗണിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബജറ്റ് സർവതല സ്പർശിയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പറഞ്ഞു. കാർഷിക മേഖലയ്ക്കും അതുപോലെ ഉൽപാദന മേഖലയ്ക്ക്, സേവന മേഖലയ്ക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ബജറ്റ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഷീ ലോഡ്ജ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഭാവനം ചെയ്തായിരുന്നു. ഏകദേശം 5.5 കോടിയോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് നിളയുടെ തീരത്ത് ഒരു ഷീ ലോഡ്ജും കുടുംബശ്രീ പരിശീലന കേന്ദ്രവും അത് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ പദ്ധതി രൂപീകരണത്തിന് ശേഷം ആ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടമാണ്. ബജറ്റ് ചർച്ചയ്ക്കിടെ ശബരിമല വിഷയം കടന്നു വന്നത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിനും വഴിവെച്ചു. TCV തൃശൂർ. ഇടവേള. This Valentine's Day, celebrate love with Josa Lucas. An all-new collection of diamond jewelry is now in stores. Let love sparkle. This Valentine's Day, celebrate love with Josa Lucas. An all-new collection of diamond jewelry is now in stores. Let love sparkle. Josa Lucas. വാർത്തയിലേക്ക്. മണലിപ്പുഴയിലെ എറവക്കാട് ഒടൻചിറ റെഗുലേറ്ററിൽ വെള്ളം സംഭരിച്ചതോടെ കല്ലൂർ പാടം വഴി പ്രദേശത്ത് വ്യാപക കൃഷിനാശം. പുഴയിൽ ക്രമാതീതമായി വെള്ളമുയർന്ന് കൃഷിയിടങ്ങളിലേക്ക് കടന്നതാണ് കൃഷി നശിക്കാൻ കാരണമായത്. പുഴയോരങ്ങളിൽ കൃഷി ചെയ്ത 100 കണക്കിന് നേന്ത്രവാഴകളും പച്ചക്കറി കൃഷിയും വെള്ളത്തിനടിയിലായി. ഭൂരിഭാഗം വാഴത്തോട്ടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. ഓടൻചിറയിൽ 2.5 അടി താഴ്ത്തി വെള്ളം സംഭരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. സാധാരണ സംഭരിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ ഇത്തവണ വെള്ളം സംഭരിച്ചതാണ് കൃഷി നശിക്കാൻ കാരണമായതെന്ന് കർഷകർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാനാകുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ നിശ്ചയിച്ച പരിധിയുടെ 10 ഇരട്ടി വരെയാണ് ഓരോ സ്ഥാനാർത്ഥിയും ചെലവഴിക്കാറുള്ളത്.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ചിലവഴിക്കാവുന്ന തുകയുടെ പരിധി 70 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ഈ പരിധി കണക്കിൽ മാത്രമാണ്. മുഖ്യധാരാ പാർട്ടികളുടെ ചിലവ് ഇതിന്റെ 10 ഇരട്ടിയോളം വരും. 5 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെയാണ് പ്രധാന കക്ഷികൾ ഓരോ മണ്ഡലത്തിലും പ്രചരണത്തിന് ചിലവഴിക്കുന്നതെന്നാണ് അനൌദ്യോഗിക കണക്ക്. തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ കക്ഷികൾ ഈ പണം കണ്ടെത്തും. കോർപ്പറേറ്റ് കമ്പനികളും വൻ വ്യവസായികളുമാണ് പ്രധാന സാമ്പത്തിക സ്രോതസ്. സാമ്പത്തിക കടപ്പാട് വരുന്നതോടെ ഇവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമെന്നത് മറ്റൊരു വശം. കക്ഷികൾ നടത്തുന്ന സംസ്ഥാന യാത്രകൾ പിരിവിനു വേണ്ടി കൂടിയാണെന്ന ആരോപണം നേരത്തെ ഉള്ളതാണ്. മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ചില കക്ഷികളെങ്കിലും പണച്ചിലവിന്റെ ബാധ്യത ചിന്തിക്കാറുണ്ട്. സാമ്പത്തിക പിൻബലമോ സംരക്ഷകരോ ഇല്ലാത്ത ഒരു കൂട്ടർ ഈ ഘട്ടത്തിൽ പിന്തള്ളപ്പെടും. മണ്ഡലങ്ങളിൽ തുക ചിലവഴിക്കുന്നത് സംബന്ധിച്ച് നിരീക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ വരുമെങ്കിലും ഇത് പ്രഹസനമാകാറാണ് പതിവ്. വരും ദിനങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരെന്നുള്ള ചിത്രം തെളിയും. ഇതോടെ പ്രചരണത്തിനും തുടക്കമാവും. ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾക്കായി കോടിക്കണക്കിന് രൂപയുടെ ചിലവാണ് കക്ഷികൾക്ക് മുന്നിലുള്ളത്. TCV തൃശൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കിഡ്സ് കളക്ഷനുമായി കല്യാൺ സിൽക്സിന്റെ എക്സ്ക്ലൂസീവ് കിഡ്സ് വെയർ ഷോറൂം പാലസ് റോഡിലെ കല്യാൺ സിൽക്സ് ഷോറൂമിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂരിലെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് കിഡ്സ് വെയർ ഷോറൂമായ കല്യാൺ സിൽക്സിന്റെ കിഡ്സ് വെയർ ഷോറൂം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. KMP കൺസൾട്ടൻസ് ഉടമ KM പരമേശ്വരൻ, ലതാ പരമേശ്വരൻ എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മഹേഷ് പട്ടാഭിരാമൻ, വർദ്ധിനി പ്രകാശ്, മധുമതി മഹേഷ്, ചിരിയങ്കണ്ടം ജുവൽ പാലസ് ചെയർമാൻ ജോസ് ചിരിയങ്കണ്ടത്ത്, കല്യാൺ സിൽക്സ് ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കല്യാൺ സിൽക്സിന്റെ പാലസ് റോഡ് ഷോറൂമിനോട് ചേർന്ന് 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന എക്സ്ക്ലൂസീവ് കിഡ്സ് വെയർ ഷോറൂമിൽ നവജാത ശിശുക്കൾ മുതൽ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കോട്ടൺ ഫ്രോക്ക്, ഫാൻസി ഫ്രോക്ക്, ലോങ് സ്കർട്ട്, ഡെനിംസ്, കാപ്രി, ഡെങ്കറി, കിഡ്സ് ലെഹങ്കാസ്, ഗേൾസ് ടീഷർട്ട് ആൻഡ് ടോപ്സ്, ഗേൾസ് ലെഗിൻസ്, ബാബ സ്യൂട്ട്സ്, പൈജാമാസ്, കിഡ്സ് എത്നിക് വെയർ ആൻഡ് പാർട്ടി വെയർ, ബോയ്സ് ഷർട്ട്, ട്രൗസേഴ്സ്, ഷോർട്സ്, ഗേൾസ് ആൻഡ് ബോയ്സ് നൈറ്റ് വെയർ എന്നിവയുടെ ഏറ്റവും മികച്ച സെലക്ഷനുകളാണ് കല്യാൺ സിൽക്സിന്റെ കിഡ്സ് വെയർ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കോട്ടൺ വസ്ത്രങ്ങളുടെ പൂക്കാലം തീർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ ഫെസ്റ്റിവൽ കോട്ടൺ ഉത്സവനും കല്യാൺ സിൽക്സിൽ തുടക്കമായി. 1000-ലേറെ ഉൾഗ്രാമങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത എണ്ണിയൊടുങ്ങാത്ത കോട്ടൺ വസ്ത്രങ്ങളുടെ മഹോത്സവമാണ് ഒരുക്കിയിരിക്കുന്നത്. കോട്ടൺ സാരീസ്, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ കല്യാൺ സിൽക്സിൽ ലഭ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഉടൻ ചേരും. സിറ്റിംഗ് MP CN ജയദേവൻ ഉൾപ്പെടെ 3 പേരെയാണ് പരിഗണിക്കുന്നത്. തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന CPI സ്റ്റേറ്റ് കൗൺസിൽ യോഗം നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ CPI എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിലായാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. LDFന്റെ ജാഥ തൃശൂരിലെത്തുന്നതിന്റെ മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാണ് പാർട്ടി നേതൃത്വം തിരക്കിട്ട നീക്കം നടത്തുന്നത്. സിറ്റിംഗ് MP CN ജയദേവൻ, മുൻമന്ത്രി KP രാജേന്ദ്രൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ T പ്രസാദ് എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളതെന്നാണ് സൂചന. ജില്ലാ എക്സിക്യൂട്ടീവിലെ തീരുമാനങ്ങൾ പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിനെ അറിയിക്കും. മാർച്ച് 3, 4 തീയതികളിൽ ചേരുന്ന CPI സ്റ്റേറ്റ് നിർവാഹക സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. ദേശീയ നിർവാഹക സമിതി യോഗത്തിനു ശേഷം മാർച്ച് 7 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സിറ്റിംഗ് MP CN ജയദേവന് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻതൂക്കം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് CN ജയദേവൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. TCV തൃശൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട കണ്ണംപുള്ളി സന്തോഷ് കുമാർ, ഇരട്ടപ്പുഴ കറുത്താണ്ടൻ രാജേഷ് എന്നിവരെയാണ് CIG ഗോപകുമാർ, SIമാരായ KG പ്രദീപ്, ആനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുമായുള്ള പ്രണയരംഗങ്ങൾ മൊബൈലിൽ പകർത്തി പ്രതികൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ രാജേഷിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം പറ പുറപ്പെട്ടു. വെള്ളിയാഴ്ച അത്താഴപൂജയ്ക്ക് ശേഷമാണ് പറ പുറപ്പെട്ടത്. പറ പുറപ്പാടിന് മുന്നോടിയായി അരീക്കര ഇല്ലത്തെ ഇളയത് ശ്രീകോവിലിന് മുന്നിൽ കുരുത്തോല കൊണ്ട് തോരണം തൂക്കി കൂറയിടൽ ചടങ്ങ് നടത്തി. തുടർന്ന് പെരുംപൂജ നടത്തി. പിന്നീട് ക്ഷേത്രകോമരം, കുമരംകിണറ്റിങ്കര, പതിക്കുളങ്ങര, മംഗലം എന്നീ ക്ഷേത്രകോമരങ്ങൾക്കൊപ്പം അവകാശിയായ പാലിശ്ശേരി തറവാട്ടുകാരനവരുടെ കൈപ്പിടിച്ച് ഓലക്കുടയുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിന് കിഴക്ക് വശത്ത് ആദ്യ പറയായ ഹരിജൻ പറ സ്വീകരിച്ചു. അതിനുശേഷം വടക്ക് ദേശത്തെ പറകൾ സ്വീകരിക്കാനായി പുറപ്പെട്ടു. ഫെബ്രുവരി 19 പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം.
തർക്കം നിലനിൽക്കുന്ന മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭ സംസ്കാര ശുശ്രൂഷ നടത്തി. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് മരണമടഞ്ഞ ചെന്നായിപ്പാറ മുടപ്പനാശ്ശേരി മത്തായിയുടെ ഭാര്യ 77 വയസ്സുള്ള മറിയത്തിന്റെ സംസ്കാരം നടത്തിയത്. പൊതുവായിട്ടുള്ള കല്ലറയിലെ ഭർത്താവ് മത്തായിയുടെ 48 നമ്പർ കല്ലറയിലാണ് മറിയത്തെ അടക്കം ചെയ്തത്. 16 വർഷത്തിനു ശേഷമാണ് ഓർത്തഡോക്സ് വിഭാഗം തർക്കം നിലനിൽക്കുന്ന പള്ളിയിൽ പ്രവേശിച്ചത്. വികാരി ഉൾപ്പെടെ 50ഓളം പേർക്ക് സംസ്കാര ശുശ്രൂഷകൾ നടത്താനും തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ധൂപപ്രാർത്ഥന നടത്താനുമാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് മാന്നാമംഗലം വില്ലേജ് ഓഫീസർ സന്തോഷ് കുമാർ പള്ളി തുറന്നുകൊടുക്കുകയും തുടർന്ന് സമയപരിധി കഴിഞ്ഞ് പള്ളി പൂട്ടി താക്കോൽ തിരികെ വാങ്ങുകയുമായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഒല്ലൂർ CI ബെന്നി ജേക്കബ്, SI S സിനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. ക്രൈസ്റ്റ് കോളേജിലെ ജൈവ വൈവിധ്യ ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനത്തിൽ ബ്രിട്ടനിൽ കണ്ടെത്തിയ ചിലന്തിയോട് സാദൃശ്യമുള്ള ചിലന്തിയെ കണ്ടെത്തി. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് പുതിയ ഇനം ചിലന്തിയെ കണ്ടെത്തിയത്. ആൽഫ്രഡ് വാൻലെസ് എന്ന ബ്രിട്ടീഷ് ചിലന്തി ഗവേഷകൻ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയ ചിലന്തിയോട് വളരെയധികം സാദൃശ്യമുള്ളതാണ് ഇത്. ചാട്ടച്ചിലന്തി കുടുംബത്തിൽ വരുന്ന ഈ പുതിയ ചിലന്തിക്ക് കൊക്കാലസ് ലെസനിയ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. 8 മില്ലിമീറ്റർ വലിപ്പം വരുന്ന ആൺചിലന്തിയുടെ ശിരസ് തവിട്ട് കലർന്ന മഞ്ഞ നിറത്തിലുള്ളതാണ്. ജൈവ വൈവിധ്യ ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ സുധീകുമാർ AVയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തിയ പഠനത്തിൽ ഗവേഷണ വിദ്യാർത്ഥികളായ സുധിൻ VT, നഫിൻ KS, സുമേഷ് NV എന്നിവർ പങ്കാളികളായി. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. ഏനമാവ് പടിഞ്ഞാറെ കരിമ്പാടം കോൾപ്പടവിൽ കനാലിന് കുറുകെ നിർമ്മിച്ച 3 സ്ഥിരം സ്ലോയിസുകൾ കർഷകർക്ക് സമർപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ ചെലവിലാണ് കനാലിന് കുറുകെ സ്ലോയിസുകൾ നിർമ്മിച്ചത്. ഇരുവശവും കോൺക്രീറ്റിൽ ഭിത്തി കെട്ടി സമാന്തരമായി കോൺക്രീറ്റ് ഓവ് സ്ഥാപിച്ച് മണ്ണിട്ട് ഉറപ്പിച്ചാണ് സ്ലോയിസ് നിർമ്മാണം. കൊയ്ത്തുമെതി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാടശേഖരത്തിന്റെ വിവിധ മേഖലകളിലേക്ക് നിഷ്പ്രയാസം ഇതുമൂലം സഞ്ചരിക്കാനാകും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് പ്രസാദ് കാണത്ത് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെന്നി ജോസഫ്, പടവ് സെക്രട്ടറി ജോർജ് പണ്ടൻ, വെങ്കിടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. 10 നാൾ നീണ്ടുനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2,88 ലക്ഷം രൂപയാണ് ഉത്സവത്തിനായി ദേവസ്വം വകയിരുത്തിയിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 3-ന് ആനയോട്ടത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക. രാത്രി 8-ന് ഉത്സവം കൊടിയേറും. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് ഞായറാഴ്ച അരങ്ങുണരും. ദേവസ്വം ചെയർമാൻ KB മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ KK രാമചന്ദ്രൻ, P ഗോപിനാഥ്, M വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ SV ശിശിർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൈറ്റില മെട്രോ നിർമ്മാണത്തിനിടെ തൂണിൽ നിന്ന് താഴെ വീണ് കോണത്തുകുന്ന് സ്വദേശിയായ യുവാവ് മരിച്ചു. സൈറ്റ് എഞ്ചിനീയറായിരുന്ന കോണത്തുകുന്ന് വളവറ വീട്ടിൽ രവിയുടെ മകൻ 24 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇനി ഡിജിറ്റൽ ഓട്ടോമാറ്റിക് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം പാട്ടിരാക്കിലും പെരിങ്ങാവിലും ഗതാഗതം നിയന്ത്രിക്കും. സിഗ്നൽ ലൈറ്റിന്റെ ട്രയൽ റൺ നടത്തി. കൗൺസിലർ ജോൺ ഡാനിയൽ കൗൺസിലിൽ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാട്ടിരാക്കിലും പെരിങ്ങാവിലും സോളാർ സിഗ്നൽ സംവിധാനം ഒരുക്കിയത്. കനത്ത മഴയുണ്ടായാലും ഇതുമൂലം സിഗ്നൽ ലൈറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൾട്രോണിന്റെ തിരുവനന്തപുരം യൂണിറ്റാണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്. 21 ലക്ഷം രൂപയാണ് ചിലവ്. മന്ത്രി VS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. ഫെബ്രുവരി അവസാനത്തോടെ സിഗ്നൽ ലൈറ്റുകൾ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഡിസോൺ കലോത്സവത്തിന് ശനിയാഴ്ച കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിൽ തുടക്കമാകും. ഞായറാഴ്ച രാവിലെ 10:30-ന് സംവിധായകൻ പ്രിയനന്ദനൻ കലാമേള ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുന്നത്. 6 വേദികളിലായി 70 ഇനങ്ങളിൽ 7000-ലധികം വിദ്യാർത്ഥികളാണ് ഡിസോൺ കലോത്സവത്തിൽ മാറ്റൊരുക്കുക. കലാമേള 21-ന് സമാപിക്കും. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CS സംഗീത, സംഘടക കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ CC ബാബു, AA ഷാദിർ സലീം, ശില്പ അശോകൻ, നിതിൻ പുല്ലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കേരള മഹിളാ സംഘം ജില്ലാ സമ്മേളനം ശ്രീനാരായണപുരത്ത് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും NFIW ദേശീയ സെക്രട്ടറിയുമായ ആനി രാജ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷയായിരുന്നു. കേരള മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് കമല സദാനന്ദൻ, വൈസ് പ്രസിഡന്റ് ഷീല വിജയകുമാർ, ജില്ലാ സെക്രട്ടറി M സുവർണലത, ഗീതാ ഗോപി MLA, ലളിത ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ലളിതകലാ അക്കാദമിയുടെ മതിലിൽ നവോത്ഥാന ചരിത്ര മുഹൂർത്തങ്ങൾ വരയ്ക്കുന്ന കലാകാരന്മാരെ ആദരിച്ചു. ചിത്രരചന നടത്തുന്ന ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ കലാകാരന്മാർക്ക് കാഴ്ച തൃശൂരിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരം. മുൻ MLA ബാബു M പാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ലളിതകലാ അക്കാദമി സെക്രട്ടറി പൊന്ന്യം ചന്ദ്രൻ, കാഴ്ച സെക്രട്ടറി രാജൻ എലവത്തൂർ, ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ KU കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് AD ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ദേശീയതല സാങ്കേതികോത്സവം KTU ടെക് ഫെസ്റ്റിന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി. ടെക് ഫെസ്റ്റ് ഡോക്ടർ RID പിള്ള ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് VK സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. റിസർച്ച് ഡീൻ ഡോക്ടർ വൃന്ദ V നായർ, ഡോക്ടർ V അജിത് പ്രഭു, E ബാലകൃഷ്ണൻ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B ജയാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. 17 ഉച്ചതിരിഞ്ഞ് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം കുറിക്കും. പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ആഘോഷ പരിപാടി 18 രാവിലെ 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷനാകും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തും. ആഘോഷ പരിപാടികൾ ചൊവ്വാഴ്ച സമാപിക്കും. മണ്ണുത്തി മേഖലയിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ നടന്ന മാലമോഷണ കേസിലെ പ്രതിയെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിച്ചിറ സ്വദേശി അമൽ ആണ് അറസ്റ്റിലായത്. ചാലക്കുടിയിലെ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണയം വെച്ച മാലകൾ പോലീസ് കണ്ടെടുത്തു. ഉല്ലൂക്കര, മണ്ണുത്തി എന്നിവിടങ്ങളിൽ നിന്ന് 3 സ്ത്രീകളുടെ മാലകളാണ് ഇയാൾ കവർന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് രാജ്യത്തിന്റെ ആദരാഞ്ജലി. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി. നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഇരിങ്ങാലക്കുട തേലപ്പള്ളി ആസ്ഥാനമായ TNT കുറിക്കമ്പനിക്കെതിരെ പരാതി പ്രവാഹം. കുറിക്കമ്പനി അടച്ചുപൂട്ടിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെയെന്ന് കണ്ടെത്തൽ. കൊടുങ്ങല്ലൂർ മേഖലയിൽ കുടിവെള്ള സ്രോതസ്സുകളിൽ അപകടകാരികളായ മെർക്കുറി പോലുള്ള മൂലകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ജനമഹായാത്രയെ പരിഹസിച്ച കോടിയേരിയുടെ പരാമർശം തീരെ തരം താഴ്ന്നുപോയെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാട്ടപ്പിരിവിന് കോടികൾ കൊയ്യുന്ന പാർട്ടിയാണ് CPM എന്നും മുല്ലപ്പള്ളി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ പരിശീലനത്തിനായി കൂടുതൽ പേർക്ക് അംഗത്വം നൽകുന്നില്ലെന്ന ആക്ഷേപം. ജില്ലാ റൈഫിൾ അസോസിയേഷനെ നോക്കുകുത്തികളാക്കുന്ന നിലപാടാണ് പോലീസ് അക്കാദമി സ്വീകരിക്കുന്നതെന്ന് ആരോപണം. കൊടുങ്ങല്ലൂരിലും പഴയന്നൂരിലും ഇരുചക്രവാഹനങ്ങൾ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാക്കൾക്ക് ദാരുണാന്ത്യം. അമ്പലപ്പുഴയിലുണ്ടായ വാഹനാപകടത്തിൽ എടവലങ്ങ് പഞ്ചായത്ത് സെക്രട്ടറി മരിച്ചു. ജില്ലയിലെ 2 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി LDF. ചാടൂരിലും അരിമ്പൂരിലും LDFന് വിജയം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas.